ഹലോ എവരിബഡി, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് നല്ല പ്രൊഡക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി എംപ്റ്റി ചെയ്ത പ്രൊഡക്ട്സ് ആണ് അതെല്ലാം. കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. എനിക്ക് തീരെ വയ്യ, ഒരാഴ്ചയായിട്ട് എനിക്ക് ഒട്ടും വയ്യ. ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല, അപ്പോയിൻമെൻറ്റ് എടുത്തു. പക്ഷേ അന്നത്തെ എടുത്ത ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നാളെ മറ്റന്നാളായിട്ട് പോകണം. അപ്പോൾ അതിനു മുന്നേ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞു വീഡിയോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു വീഡിയോ. പ്രൊഡക്റ്റ് ഈ എംബ്രിയോലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്രീം ഫ്ലൂയിഡ്. ഇതൊരു ചെറിയ കട്ടിയുള്ള ക്രീമല്ല, ഇങ്ങനെ ഫ്ലൂയിഡ് ടെക്സ്ചർ ഉള്ളതാണ്. ഇത് കംപ്ലീറ്റ്ലി തീർന്നു, അടിയിലൊരു ഇത്തിരിയേ ഉള്ളൂ. നാട്ടിൽ ഉള്ള കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സാധാരണ ആൾക്കാരൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ ഭയങ്കര കോമൺ ആയിട്ട് കുറേ പേര് യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡായത്. റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല സുഖമാണിത് ഫേസിലും സ്കിന്നിലൊക്കെ ഇടാൻ. ഒരു നേരിയ ഒരു മൈൽഡ് സ്മെല്ലുള്ളത്, സ്ട്രോങ് സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ പെട്ടെന്ന് അബ്സോർബ് ആവും, ഓയിലി ഫീലിംഗ് ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിട്ടു, അപ്പോൾ തന്നെ ഇത് അബ്സോർബ് ആയി പോയി. പക്ഷേ എന്നാൽ സ്കിന്ന് ഡ്രൈ ആവുകയില്ല. 1-2 പ്രാവശ്യം അത് ഷൂട്ടിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്താണ് പിന്നെ മോഡൽസ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവരെല്ലാവരും എന്നോട് ചോദിച്ചത് എന്ത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെന്ന്. കാരണം മേക്കപ്പിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാനും ഇത് പെർഫെക്റ്റ് ആണ്. എപ്പോഴും ഓഫർ ഉണ്ടെങ്കിൽ ആ സമയത്ത് നോക്കിയിട്ട് വാങ്ങാം. ഷിയ ബട്ടറും ബി വാക്സും അലോവേരയൊക്കെ ഉള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസറായത്. ഇത് മേക്കപ്പ് ബേസ് ആയിട്ട് യൂസ് ചെയ്യാം, ഈവൻ മേക്കപ്പ് റിമൂവർ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ദേ ഹാവ് മെൻഷൻഡ് മേക്കപ്പ് റിമൂവർ ആയിട്ട് യൂസ് ചെയ്യാം, ഫേസിൽ യൂസ് ചെയ്യാം, ബോഡിയിൽ യൂസ് ചെയ്യാം. ഇതൊരു മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റാണ്. ഹ്യൂജ് ബോട്ടിലാണ്. 150 ദിറംസിനാണ് ഇത് വാങ്ങിയത്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൈസ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ഇതിൻ്റെ യൂസസും കുറേ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത്, എനിക്ക് തോന്നുന്നു അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. നല്ല സ്കിന്നിൽ എപ്പോഴും നമ്മൾ നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം, ചീപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്. കാരണം സ്കിന്നാണ് നമ്മളുടെ ഏറ്റവും വലിയ ഓർഗൻ. അത് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടിട്ടും എത്ര കവർ ചെയ്തിട്ടും കാര്യമില്ല. സോ ദിസ് വൺ ഇസ് എംബ്രിയോലി ലേറ്റ് ക്രീം ഫ്ലൂയിഡ്. ഇവരുടെ തന്നെ കുറച്ച് കട്ടിയുള്ള നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ പോലത്തെ ഒരു ട്യൂബിൽ വരുന്ന കുറച്ചും കൂടി കട്ടിയുള്ള ക്രീമുണ്ട്. ഈ വിൻ്ററിലൊക്കെ ഉള്ളവരും ഭയങ്കര ഫ്ലേക്കി എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അതും എക്സലൻറ്റ് മേക്കപ്പ് ബേസ് ആണ്. പക്ഷെ അത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് മേക്കപ്പ് റിമൂവർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. മേ ബി വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ദ ബോഡി. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് കുറച്ചുകൂടി ചെറിയ ബോട്ടിലാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഹൈലി റെക്കമെൻഡ് ടു എവറിബഡി, ഈവൻ ഫോർ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക്. കാരണം മോഡൽസിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ മിക്ക പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സാണ്. കാരണം എന്തെങ്കിലും അലർജിക് റിയാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ട് മൊത്തം പാളിപ്പോവും. ഈ പ്രൊഡക്റ്റ് എന്നെ ഇഷ്ടമുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ഞാനിത് പറയുന്നത് എത്രമാത്രം എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടാണെന്ന്. പിക്സിയുടെ ഗ്ലോ ടോണിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റായത്. ഫസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അവരെനിക്ക് അയച്ചു തന്നിട്ടാണെങ്കിലും പിന്നീട് അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ട്സ് ഔട്ട് ദെയർ. എനിക്ക് ഇതിൻ്റെ കുറേ ബോട്ടിൽസ് എൻ്റെ അടുത്തുണ്ട്, ചെറുതും വലുതുമായിട്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനും എനിക്ക് സ്നേഹമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അവർ യൂസ് ചെയ്തിട്ട് എന്താണ് അവരുടെ റിവ്യൂ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഫോർ മീ മൈസെൽഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ ഷൂട്ടിന് പോകുമ്പോഴും മോഡൽസിൻ്റെ ഫേസിൽ നിന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ലേറ്റസ്റ്റ് എൻ്റെ കയ്യിലുള്ളത്. ഇതുപോലെ വേറെയും കുഞ്ഞു ബോട്ടിൽസ്. 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഇതിനകത്തുള്ളത്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് എക്സ്ഫോളിയൻ്റ് ആണ്. അത് നമ്മുടെ സർഫസിലുള്ള, അതായത് സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പാടുകൾ കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് നമുക്ക് രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഗ്ലൈക്കോളിക് ആസിഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അധികം പേർക്കൊന്നും ഞാൻ ഇതിന് അങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി കേട്ടില്ല. അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ മേ ബി യു ഹാവ് ടു ഡു എ പാച്ച് ടെസ്റ്റ്. പക്ഷെ ഒരുവിധം ഇപ്പം മോഡൽസിനാണെങ്കിലും ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് എൻ്റെ ക്ലയൻസിനോടാണെങ്കിലൊക്കെ ഇങ്ങനെ 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും കുഴപ്പമില്ല. ഞാൻ അവർക്ക് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, കുരു വന്ന പാടുകൾ, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചില ആൾക്കാർക്ക് പ്രായമാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ മാർക്ക് പോലെയൊക്കെ ഇങ്ങനെ വരും. അത് കൂടാതെ നമ്മളെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒരു ലിമിറ്റേഷൻ വരെ, കംപ്ലീറ്റ്ലി എന്ന് ഞാൻ പറയില്ല, മേ ബി കൺസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ്ലി പോവായിരിക്കും.
വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അതിനെയൊക്കെ സോഫൻ ചെയ്യാനും അതിനെയൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ക്ലീൻ ആക്കാനും നമ്മൾ പോഴ്സ് ക്ലീൻ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നമുക്ക് സ്കാൽപ്പ് എക്സ്ഫോളിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇച്ചി ആയിട്ടുള്ള സ്കാൽപ്പ്, ഫ്ലേക്കി ആയിട്ടുള്ള സ്കാൽപ്പ്, അതായത് വീക്ക്ലി വൺസ് ഒക്കെ നമ്മളൊരു ഡ്രോപ്പർ പോലത്തെ ഒരു കുപ്പിയിലിട്ടിട്ട് ഇത് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഇട്ട് സ്കാൽപ്പ് നല്ലോണം മസാജ് ചെയ്തിട്ട് സാധാരണ നോർമലി ഷാമ്പു വാഷ് ചെയ്ത് ആ ഫ്ലേക്കിനെസ് ഒക്കെ പോകും. കാരണം ഇതൊരു എക്സ്ഫോളിയൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമുക്ക് അണ്ടർ ആംസിൽ യൂസ് ചെയ്യാം. കോൺസ്റ്റൻറ്റ് ഷേവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അണ്ടർ ആംസിൽ എപ്പോഴും ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും. പക്ഷേ അത് ആ ഡിസ്കളറേഷൻ മാറ്റുന്നതൊന്നും അത്ര ക്വിക്കായിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല. കൺസിസ്റ്റൻ്റ്ലി ചിലപ്പോൾ 2 മാസം 3 മാസമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. എൻ്റെ റൈറ്റ് അണ്ടർ ആമിൽ എനിക്കൊരു ഇൻഫെക്ഷൻ അല്ല, ഒരു സ്കിൻ അലർജി പോലെ വന്നിട്ട് ഇങ്ങനെ ചെറിയ പാടുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഡാർക്കായിരുന്നു ആ പാടുകൾ. ഓവർ ദി ഇയേഴ്സ് ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും കൺസിസ്റ്റൻ്റായി യൂസ് ചെയ്യാറില്ല. മേ ബി ഒരാഴ്ച യൂസ് ചെയ്ത് ഒരാഴ്ച യൂസ് ചെയ്യില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുള്ളപ്പോഴൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ റിയലി റിയലി വെൽ. ആ പാടുകൾ കുറയ്ക്കാനും അത് നന്നായിട്ട്, ഇപ്പം വെരി ലൈറ്റാണ് ആ പാട്, അപ്പോൾ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേ സംഭവം തന്നെ ഓർഡിനറിയുടെ ഉണ്ട്. അത് 7% ഗ്ലൈക്കോളിക് ആസിഡ്, ഇത് 5% ആണ്. അപ്പോൾ ആൾക്കാർ പറയാം ഇത് യൂസ് ചെയ്തിട്ട് സ്കിൻ ഓക്കെ ആയി കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ഓൺ ടു 7%. ഇറ്റ് ഈസ് ഈവൻ മോർ സ്ട്രോങ്. അപ്പോൾ ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ് ഹാസ് ഓൾസോ ഹൈ റിവ്യൂസ്. ഇതുപോലെ തന്നെ മാർക്കറ്റിൽ ഭയങ്കര റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് അത്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും. ഐ റിയലി റെക്കമെൻഡ് ഓൾ ഓഫ് യു ടു ട്രൈ ഇറ്റ്. മൂന്നാമത്തത് ഈ ഫൗണ്ടേഷനാണ്. എൻ്റെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് കരിയറിൽ ഞാൻ കുറേ ഫൗണ്ടേഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഇമാജിൻ, ഇത്രയും ആൾക്കാരെ എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി യു ട്രൈ ഡിഫറെൻറ്റ് തിങ്സ് ആൻഡ് പെട്ടെന്ന് ഫൗണ്ടേഷൻ ഫിനിഷ് ആയി പോകും, ഡേറ്റ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇപ്പോഴും ഫൗണ്ടേഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ഫൗണ്ടേഷൻസേ ഉള്ളൂ. അതിലൊന്ന് ഇതാണ്. ഒരെണ്ണം ഇവിടെ UAE ഇന്ത്യയിലൊന്നും കിട്ടില്ല, അത് US മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഇത് Estee Lauderൻ്റെ ഡബിൾ വേ സ്റ്റെയിൻ പ്ലേസ് മേക്കപ്പാണ്. ഇതിലൊരു 10% SPF വരുന്നുള്ളൂ. അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. ഭയങ്കര ഡാർക്ക് സർക്കിളും അങ്ങനെ എക്സ്ട്രീം പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഒരു നല്ല കവറേജ് കൊടുക്കും. കൺസീലറിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഞാൻ ഇതിനോട് കൺസീലർ യൂസ് ചെയ്യാറുള്ളൂ. കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഇത് ഇടുന്നതെങ്കിൽ കൺസീലറിൻ്റെ ആവശ്യമേ ഇല്ല. ഇപ്പോൾ UAE എന്ന് പറയുകയാണെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലമാണ്, ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, വിയർക്കും. ചില സമയത്ത് നമ്മൾ വിയർക്കില്ല, പുറത്തിറങ്ങി ഭയങ്കര ഹ്യൂമിഡ് ആയിരിക്കും. അപ്പോൾ ഒരു നല്ല വെതർ അല്ല. എന്നിരുന്നാൽ പോലും ഹോൾ ഡേ ഇഫ് ഐ എം വർക്കിംഗ് ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ദ സ്റ്റുഡിയോ, ഹോൾ ഡേ ദിസ് തിങ് സ്റ്റേസ് ഇൻ പ്ലേസ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായത്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, ആ പുള്ളി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആ പുള്ളി എന്നോട് പറഞ്ഞു എസ്റ്റീലോടെ ട്രൈ ചെയ്ത് നോക്കാൻ. ഹൈലി റെക്കമെൻഡ്. ലൈറ്റായിട്ട് ഈവൻ ചില സമയത്ത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ കുറേ ഫൗണ്ടേഷൻ വാരി തേക്കാറില്ല. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇട്ടിട്ട് ബേസ് എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കാറുള്ളത്. അങ്ങനെ ഒരു ക്ലീൻ ഫേസ് ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് യു ടു ട്രൈ ദിസ് Estee Lauder ഡബിൾ വേ ഫൗണ്ടേഷൻ. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ട്സ് ഔട്ട് ദെയർ. ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സ്കിന്ന് നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കും. റൈറ്റ് നൗ ഐ എം നോട്ട് വെയറിങ് എനിത്തിങ്. ഐ എം വെയറിങ് ഓൺലി മോയ്സ്ചറൈസർ, സം ലിപ് ബാം ആൻഡ് സം ബ്ലഷ്. പക്ഷേ യു ഹാവ് സീൻ മീ യൂസിങ് ദിസ് ഇൻ മൈ വീഡിയോസ് ആൻഡ് ഐ എം ഷുവർ യു നോ ഹൗ ഡസ് ദിസ് ലുക്ക്. അടുത്ത പ്രൊഡക്റ്റ് ഓർഡിനറിയുടെ AHA BHA 30%, BHA 2% പീലിംഗ് സൊല്യൂഷനാണ്. കോഷ്യസ്ലി യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഇത് എക്സ്ഫോളിയൻ്റ് ആണ്. കുറച്ച് സ്ട്രോങ് ആസിഡ്സ് ഉണ്ട് ഇതിനകത്ത്. 10 minutes ഫേസിൽ യൂസ് ചെയ്താൽ പിന്നെ നമ്മളിത് കഴുകി കളയണം. അതിൽ കൂടുതൽ വെക്കരുത്, ഫേസ് ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് 2 weeks കൂടുമ്പോഴോ അല്ലെങ്കിൽ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. കാരണം ഇത് നമ്മളൊരു സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ തന്നെ റിമൂവ് ചെയ്ത് കളയും. പിന്നെ ഇത് യൂസ് ചെയ്താലുള്ള പ്രശ്നം, നമ്മൾ പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് വെയിലൊന്നും കൊള്ളാൻ പാടില്ല. സ്കിന്ന് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. SPF ഇടണം, മോയ്സ്ചറൈസർ ഇടണം. സ്കിന്ന് ഡ്രൈ ആവാനും പീൽ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഒബിയസ്ലി നമ്മൾ ഔട്ടർ ലെയർ പോകുമ്പം സ്കിന്ന് അത് പീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പുതിയ സ്കിന്ന് റീജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ UV റേസ് ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ സ്കിന്ന് പിന്നെ ചീത്തയാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സമയവും സാവകാശം ഉണ്ടെങ്കിൽ രാത്രി മേ ബി വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റായത്. ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ബ്ലഡ് പോലെ ഇരിക്കും. അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഒരു വലിഞ്ഞ് കറക്റ്റ് എക്സാക്റ്റ് ബ്ലഡിൻ്റെ കൺസിസ്റ്റൻസിയാണ്. സ്മെൽസ് ഓൾസോ വെരി സ്ട്രോങ്.
ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരിടയ്ക്ക് എനിക്ക് സിസ്റ്റിക് ആക്നി ഭയങ്കര കൂടുതലായിരുന്നു, ഹോർമോൺ പ്രശ്നമായിരുന്നു. സിസ്റ്റിക് ആക്നി വന്നിട്ട്, സിസ്റ്റിക് ആക്നി ഉള്ള ആൾക്കാർക്ക് അറിയാം, ഉള്ളിൽ നിന്ന് ആ ആക്നി പുറത്തോട്ട് വരില്ല. സ്കിന്നിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഈ ആക്നി പൊട്ടും. എന്നിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു വലിയ കറുത്ത പാട് വരും. അപ്പോൾ നമ്മൾ മുകളിൽ എന്ത് ടോപ്പിക്കലി ഒന്നും ചെയ്താൽ അത് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ സിസ്റ്റിക് ആക്നി വന്ന് പാട് വന്നപ്പോഴും, അതുപോലെ ഈ അടുത്ത് എനിക്ക് ഇവിടെ ഒരു പിമ്പിൾ പോലെ വന്ന് അത് പൊട്ടി. ഇപ്പോഴും അവിടെ ആ ടെക്സ്ചറുണ്ട്, അത് വലുതായി, അവിടെ വലിയൊരു പാട് പോലെ വന്നപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്തത്. ചെറിയൊരു ഇതിപ്പോഴും ഇപ്പം നോക്കുമ്പോഴും അവിടെ ചെറിയൊരു ടെക്സ്ചറുണ്ട്, പക്ഷേ 90% ഓഫ് ആ പാട് പോയിരിക്കുന്നത്. ഐ ഗിവ് ക്രെഡിറ്റ് ടു ദിസ് പ്രോഡക്റ്റ്. നല്ല സ്കിന്നൊന്നും ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദർ ഇസ് ടു മച്ച് ഓഫ് ഡിസ്കളറേഷൻ ഓർ പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ വലിയ പാടുകൾ, കറുത്ത പാടുകൾ നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഞാനിത് കുറേ സമയം എടുത്ത് യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. ഇത് സ്കിന്ന് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി ഈ ഐ ഏരിയയും ലിപ്പിൻ്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. കാരണം ഇത് ഭയങ്കര ഹൈ സെൻസിറ്റീവ് ഏരിയാസാണ്. ഈവൻ മൂക്കിൻ്റെ സൈഡിലും നിങ്ങൾ സ്ഥിരമായിട്ട് മൂക്ക് പിടിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഇവിടെ തൊലി ഉണ്ടാവില്ല. അപ്പോൾ ആ സൈഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് എവിടെയാണോ, ഞാൻ കൂടുതലും ഇത്രയും ഭാഗമാണ് യൂസ് ചെയ്യുക, ഇവിടെ ഇത്രയും ഭാഗം യൂസ് ചെയ്തു. എക്സാക്ട് 10 minutes ഭയങ്കര ഒരു ടിംഗ്ലിങ്, ഒരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവും. എക്സാക്ട് ആ ടൈം കഴിഞ്ഞാൽ വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക, പാഡ് ഡ്രൈ ആക്കുക. അധികം ആൽക്കഹോളൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് വെരി ബേസിക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ മറക്കാതെ 4 hours ഗ്യാപ്പിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത്രയും കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് കൊടുക്കാമെങ്കിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഇസ് വെരി 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 ഹൈ. അപ്പോൾ കോഷ്യസ്ലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇസ് ഗോണ ഹെൽപ്പ് യു റിയലി വെൽ. 10 minute എക്സ്ഫോളിയേറ്റിംഗ് ഫേഷ്യൽ എന്നാണ് ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഡു ഗിവ് ഇറ്റ് എ ട്രൈ ഇഫ് യു ഹാവ് ദ ഗട്സ് ടു യൂസ് ദിസ്. ഇഫ് യു ഹാവ് ദ സെറ്റ് പ്രോബ്ലംസ്, ഐ ബെറ്റ് യു ഗോണ താങ്ക് മീ ലേറ്റർ. ഞാൻ എങ്ങനെ ഈ പ്രൊഡക്റ്റ് അറിയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ I see a lot of beautiful people with beautiful skin, beautiful hair, beautiful everything. അപ്പം girls obviously they do a lot of skin treatments and other stuff. ഒരു മോസ്റ്റ് ഓഫ് ദി ടൈം ആണുങ്ങൾ വരുമ്പം ഭയങ്കര ടെക്സ്ചേർഡ് സ്കിന്നായിരിക്കും, അണ്ടർ ഐ സർക്കിൾസ് ഉണ്ടാവും, മൂക്കിൽ മുഴുവനും, എത്ര കാണാൻ ഭംഗിയുള്ള ആളാണെങ്കിലും മൂക്കിൽ മുഴുവൻ ഹെഡ്സും, അങ്ങനെ സ്കിന്ന് ടേക്ക് കെയർ ചെയ്യാത്ത ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം when I saw this guy, his skin was glowing. ഒറ്റ പ്രാവശ്യം ഞാൻ അയാളോട് വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ ഒബ്വിയസ്ലി മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, എന്താണ്, ഡു യു ഡു സംതിങ് ഫോർ യുവർ സ്കിൻ, ഇറ്റ് ലുക്സ് അമേസിങ്, ഇറ്റ് ഇസ് ഗ്ലോയിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിനെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഐ ജസ്റ്റ് അപ്ലൈ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് ഐ ഡു ദിസ് AHA BHA പീൽ എവറി വീക്ക്. ഹി ഡസ് ഇറ്റ് എവറി വീക്ക്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് വാങ്ങുന്നത്. അതല്ലാതെ ഞാൻ സോഷ്യൽ മീഡിയയിലോ എനിക്കിതിനെപ്പറ്റി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉള്ളതിനെപ്പറ്റി എനിക്ക് അറിയേണ്ടായിരുന്നില്ല. ദിസ് മോഡൽ ഹു ഹാഡ് അമേസിങ് സ്കിൻ, പുള്ളിയാണ് ഇത് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ വാങ്ങിയത്. ആൻഡ് ഐ ബെറ്റ് ഇറ്റ് വർക്ക്സ്. അടുത്തതൊരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ 2-3 പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കായത്. എന്നോട് കുറേ പേര് പറയാറുണ്ട്, നീ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും നിൻ്റെ കിറ്റിലുള്ള സാധനങ്ങൾ എക്സ്പെൻസീവ് ആയതുകൊണ്ടും ഇതൊന്നും ഞങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി അല്ല. കാരണം എനിക്ക് അത് വാങ്ങാതിരിക്കാൻ വേറെ വഴിയില്ല. ഞാൻ വേറെ ആളുകൾക്കും എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയതുകൊണ്ട് ഐ ഓൾവേസ് മേക്ക് ഷുവർ ഐ ബൈ ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. പക്ഷേ ഇപ്പം ഒരു എവറിഡേ ഒരാൾക്ക് അത്രയും പൈസ മേക്കപ്പിൽ ചിലവാക്കണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് ഞാൻ അങ്ങനെ ആക്സിഡൻ്റലി കണ്ടുപിടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടെങ്കിലും ഞാൻ മേക്കപ്പ് ഹോർഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അനാവശ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ മേക്കപ്പോ സ്കിൻ കെയറോ വാങ്ങാറില്ല. ഓൺലി ഐ ബൈ ഇഫ് ഐ തിങ്ക് ഇറ്റ്സ് നെസസറി. അപ്പോൾ ഞാൻ പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഏത് മേക്കപ്പിൻ്റെ അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ ഷോപ്പ് കണ്ടാൽ ഞാനിങ്ങനെ പോയിട്ട് സ്കിൻ കെയർ ആണെങ്കിൽ ഇങ്ങനെ കയ്യിൽ നോക്കും, അല്ലെങ്കിൽ എൻ്റെ കഴുത്തിലിട്ട് നോക്കും, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സ് ട്രൈ ചെയ്യും. ഐ ഓൾവേസ് ഡൂ ദിസ്. അങ്ങനെ ഞാൻ ഫ്ലോർമാർ എന്ന് പറയുന്ന ബ്രാൻഡ്, ഐ തിങ്ക് ദിസ് ഇസ് എ ടർക്കിഷ് ബ്രാൻഡ്, ഐ ഡോണ്ട് നോ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവരുടെ പ്രോഡക്ട്സ്, നല്ല പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഞാൻ ട്രൈ ചെയ്ത് ഇത് തീർന്നു. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്, അതും തീർന്നു. ഐ ഹാവ് ടു ബൈ. ഇതൊരു എന്താ പറയുക, ഒരു മോവ് ഷെയ്ഡാണ്. പിങ്ക് ടിൻ്റ് ഉണ്ട് അതിനകത്ത്, ഒരു ന്യൂഡ് ടിൻ്റ് ഉണ്ട്. ലൈക്ക് ഹൗ വിൽ ഐ ഷോ? കണ്ടോ? ഈ സെയിം ഷെയ്ഡ് ഡിയോറിനകത്തുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇതേ സെയിം ഫിനിഷാണ് അതിന്.
ഇതേപോലെ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ലിപ് ബാം പോലെ നമുക്ക് തോന്നും, പക്ഷെ ചെറിയൊരു ടിൻറ്റുണ്ട്. ഇറ്റ് റിയലി സൂട്ട്സ് അവർ സ്കിൻ. കുറേ പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം ഇതൊരു ബാമി ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ്. മാറ്റ് ഫിനിഷ് ഒന്നുമല്ല, തിക്ക് കളറില്ല, പക്ഷേ ഇറ്റ് റിയലി ഗിവ്സ് യു ദാറ്റ് വെരി സട്ടിൽ ഹെൽത്തി ഫ്ലഷ് ടു യുവർ ലിപ്സ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ നമ്പർ 013 GAIA, ഗായ എന്നാണ് അത്. എനിക്ക് തോന്നുന്നു ഇറ്റ് റീഡ്സ് ആസ് ഗായ. ആൻഡ് ദാറ്റ് വുമൺ ടോൾഡ് മീ ദിസ് ഇസ് ദ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്ട്സ്. അതേ സെയിം ഷോപ്പിൽ പോയിട്ടാണ് അതിന് ശേഷം ഞാൻ 2 വാങ്ങിയത്. സോ ഐ റിയലി വോണ്ട് യു ഗൈസ്, ഈ ഒരു ലിപ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐ വോണ്ട് യു ടു ട്രൈ ദിസ് ഷിയർ. കണ്ടോ, ഇത് ഭയങ്കര ഷിയർ ആണ്, കളർ ഭയങ്കര കുറവാണ്. ഷിയർ ലിപ്സ്റ്റിക് ഫ്രം ഫ്ലോർമർ ഇൻ ദ ഷെയ്ഡ് 013 ഗായ. അടുത്ത പ്രോഡക്റ്റ് ഞാൻ സെഫോറിയ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പോയപ്പം, സെഫോറ എവ്രി ഇയർ സെഫോറിയ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തും. സോ ദേ ഗിവ് ഹ്യൂജ് ഗുഡി ബാഗ്സ് ഫോർ പീപ്പിൾ ഹു അറ്റൻഡ്. അപ്പോൾ VIP ബാഗും ഉണ്ട്, നോർമൽ പാസ്സും ഉണ്ട്. അപ്പം എനിക്ക് VIP ബാഗ് കിട്ടിയില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ എനിക്ക് നോർമൽ പാസ്സാണ് കിട്ടിയത്. അപ്പം മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ഇൻ ദ ഗുഡി ബാഗ് വെയർ ട്രയൽ സൈസ്. ചില ബ്രാൻഡ്സ് നമുക്ക് ഫുൾ സൈസ് പ്രൊഡക്റ്റ് തരും, പക്ഷെ കൂടുതൽ ബ്രാൻഡ്സ് ട്രയൽ സൈസാണ് തന്നത്. അപ്പം അങ്ങനെ ട്രയൽ സൈസും ഈ ബ്രാൻഡ്, ദിസ് ഇസ് എ ലാഷ് സിറം, ലാഷ് ഗ്രോത്ത് സിറം ആണ്. ഈ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലാഷ് ഗ്രോ ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് അന്ന് എനിക്ക് തന്നപ്പം. ഇതിൻ്റെ തന്നെ ഇതാണ് ട്രയൽ സൈസ്. ഇതിൻ്റെ തന്നെ ഒരു ഫുൾ സൈസ് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, കാരണം കണ്ണിൻ്റെ ഐലാഷിൽ നമ്മളിങ്ങനെ രാത്രി ഇവിടെ ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം. നമ്മൾ പണ്ട് ആവണക്കെണ്ണയൊക്കെ തേക്കില്ലേ, കണ്ണ് പീലി പിരികൊക്കെ വരാൻ വേണ്ടി, അങ്ങനെ അതുപോലെ തന്നെ. പക്ഷേ ഇതിനൊരു കുഞ്ഞി ബ്രഷ് ലൈക്ക് ദിസ്, സോ ദ ആപ്ലിക്കേഷൻ ഈസ് ഈസി. ഇതിനടിയിൽ ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഐലാഷിലും എൻ്റെ ഐബ്രോയിലും യൂസ് ചെയ്യാം. ഓൾറെഡി ഹാവ് ലൈക്ക് വെരി നൈസ് ഐബ്രോസ്, പക്ഷേ ഐ വാണ്ടഡ് ഇറ്റ് മോർ തിക്കർ. അപ്പോൾ ഞാനിത് ഐലാഷിൽ യൂസ് ചെയ്തു. ഐ ഹാവ് സീൻ റിയലി അമേസിങ് റിസൾട്ട്സ് യൂസിങ് ദിസ് പ്രോഡക്റ്റ്. ഇത് എനിക്ക് ഭയങ്കര ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് റിസൾട്ട്സ് തന്നൊരു പ്രൊഡക്റ്റ് ആയത്, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ദിസ് ഇസ് വെരി 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 മച്ച് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്. കാരണം ഇത് എത്രയാ 1 ml ഉള്ളൂ. ഈ 1 ml ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 200 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 200 dirhams ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഞാൻ ഇതിൻ്റെ പ്രൈസ് അന്ന് കിട്ടിയപ്പോൾ ചെക്ക് ചെയ്താണ്. ഐ ഡോണ്ട് റിമെമ്പർ. ഇറ്റ്സ് കോൾഡ് ഗ്രാൻഡെ ലാഷ് MD ലാഷ് എൻഹാൻസിങ് സിറം. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ലാഷസ് ഹാസ് തിക്കല്ല, ലാഷ് ലെങ്തി ആയി ഭയങ്കരമായിട്ട്. ആൻഡ് ഇറ്റ് റിയലി ഷോസ്. ഐ റിയലി സീ ദ റിസൾട്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇഫ് യു ആർ സമ്മൺ ഹു ഹാവ് ലൈക്ക് ഷോർട്ടർ ലാഷസ് and if you are open to trying products like this, maybe you could try. എനിക്ക് ഫ്രീ ആയിട്ട് കോഴ്സിന് കിട്ടിയതുകൊണ്ട് ട്രൈ ചെയ്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്യുന്നത്. ദിസ് ഇസ് എ പ്രോഡക്റ്റ് ദാറ്റ് ടുക്ക് മീ ബൈ സർപ്രൈസ്. ഐ ആം ഗോണ യൂസ് ദി അതർ ബിഗ് വൺ ആസ് വെൽ ആൻഡ് ഐ റിയലി ഹോപ്പ് മൈ ലാഷസ് വിൽ ഗെറ്റ് ബിഗർ. ഗ്രാൻഡെ ലാഷ് MD ഒരു US പ്രൊഡക്റ്റ് ആയത്. US-കാർക്ക് പൈസ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഇതുപോലത്തെ വേറെയും പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്. This I tried and it really it is working for me. My lashes are looking very pretty now, so I'm gonna keep using this. അടുത്ത പ്രോഡക്റ്റ് പിക്സിയുടെ തന്നെയാണ്. I'm sorry I am like spamming you with Pixi products, പക്ഷേ ഇത് ആ ബ്രാൻഡ് കാണാൻ പോകുന്നില്ല, അവരെനിക്ക് പൈസയും തരുന്നില്ല. യൂസ് ചെയ്ത് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പ്രോഡക്റ്റ് കാണിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല, ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയി. ഇതൊരു വൈറ്റമിൻ C ബ്രൈറ്റനിങ് ഫേസ് സിറമാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുഞ്ഞി ക്യാപ്സ്യൂൾ പോലെയാണ് വരുന്നത്. ഈ ക്യാപ്സ്യൂൾ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഈച്ച് ടൈം ഒരു പ്രാവശ്യം 1 യൂസിൽ എത്ര പ്രൊഡക്റ്റ് വേണോ അത് ഓരോ ക്യാപ്സ്യൂളിലും ഉണ്ടാവും. ദിസ് ഇസ് മാജിക് ഇൻ എ ബോട്ടിൽ. എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. 30 capsules, so you can use it for a month. I used it every other day. ഇത് രാത്രി തേച്ച് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ഫേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു യെല്ലോ കളർ, ഇത് വേറെ പ്രൊഡക്റ്റ് ആണ്. I'll talk about this later. പക്ഷേ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ബട്ട് ഇറ്റ്സ് വൈറ്റമിൻ C ആയതുകൊണ്ട് ഇത് യെല്ലോ കളറാണ് പിക്സിയുടെ വരുന്നത്. ഇപ്പോൾ രാത്രി ഇത് വാഷ് ചെയ്യുന്നു, ഈ സിറം ഞാൻ യൂസ് ചെയ്യുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. ഇത് വൈറ്റ് തിക്ക് പേസ്റ്റ് പോലെ അതിനകത്തുള്ളത്, അല്ലാതെ ലിക്വിഡ് പ്രൊഡക്റ്റ് അല്ല. ഫേസിലിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇപ്പം നാളെ നിങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ നാളെ ഒരു ഫങ്ഷൻ ഉണ്ട്, ഓർ യു ജസ്റ്റ് വോണ്ട് ടു ലുക്ക് അമേസിങ് ദ നെക്സ്റ്റ് ഡേ. രാത്രി ഈ പറഞ്ഞ പോലെ മുഖം കഴുകുക, ഡ്രൈ ആക്കുക, ഈ സാധനം ഒരു ആംപ്യൂൾ ഫേസിൽ യൂസ് ചെയ്യുക.
രാവിലെ എണീറ്റ് യുവർ ഫേസ് വിൽ ഗ്ലോ ലിറ്ററലി. അതായത് നമ്മൾ മുഖം സോപ്പിട്ട് കഴുകി മേക്കപ്പ് ചെയ്താലും ദിസ് ഗ്ലോ സ്റ്റേസ് ഓൺ ദ ഫേസ്. ഭയങ്കര പോട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി അവർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഐ ഹൈലി റെക്കമെൻഡ് യു ഗൈസ് ടു ട്രൈ ദിസ്. ആസിഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ആൾക്കാർ പറയും ഇഫ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ യൂസ് ഇറ്റ് വിത്ത് കാരിയർ ഓയിൽ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇത് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ എനിക്ക് എപ്പോഴും ഡയറക്റ്റ്ലി യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ഭയങ്കര വിയർഡ് ഫീലിംഗ് വരാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കാരിയർ ഓയിൽ വെച്ചിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യാറ്. ദിസ് ബ്രാൻഡ് മെയ്ഡ് ദ പ്രൊഡക്റ്റ് ഇൻ എ വേ ദാറ്റ് ഈച്ച് ഓഫ് ദ ആംപ്യൂൾസ് അതിനകത്ത് റെറ്റിനോളും ഉണ്ട് കാരിയർ ഓയിലും ഉണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു മിക്സ് ഇറ്റ് ബൈ യുവർ സെൽഫ്. അപ്പോൾ ഭയങ്കര ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ, ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഓയിൽ, ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ടാവും. സ്കിന്നിന് നമുക്ക് ഇച്ചിങ്ങോ അങ്ങനെ സെൻസിറ്റിവിറ്റി ഒന്നും ഉണ്ടാവില്ല. രാവിലെ എനിക്ക് ജസ്റ്റ് വാഷ് ഇറ്റ് ഓഫ്. സോ ഹൈലി റെക്കമെൻഡ് യു ടു ട്രൈ ദിസ്. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, എൻ്റെ റിംഗ് ലൈറ്റ് താഴെ വീണ് പൊട്ടി. സോ ഐ റിയലി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ sunlight and this is the only spot where I can sit and record quietly. അവിടെയൊക്കെ പോയാൽ ഭയങ്കര ഒച്ചപ്പാടാണ്. സോ ഐ ഹാവ് മോർ പ്രൊഡക്ട്സ് വിത്ത് മീ. പക്ഷേ ഇന്ന് സമയം ഇറ്റ്സ് ടൈം അപ്പ്. ഞാൻ കുറച്ച് നേരത്തെ ഷൂട്ട് ചെയ്യാൻ ഇരിക്കണമായിരുന്നു, പക്ഷേ ആസ് എ സെഡ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഈ കൈ എനിക്ക് ഇത്ര ഡിഗ്രീൻ്റെ മുകളിൽ പൊക്കാൻ പറ്റില്ല. പൊക്കാൻ പറ്റും, പക്ഷെ ഭയങ്കര പെയിനാണ്. സോ ഈ ഒരു ആംഗിൾ എനിക്ക് കൈ ഒട്ടും പൊക്കാൻ പറ്റില്ല. ഈ ആംഗിൾ പിന്നെ ഓക്കെയാണ്. Something wrong this way, so I have to go and see what has happened. More than 2 weeks extreme pain aanu chala divasam raavile enikkumbo. So some days I want to do a lot of things, make content, like talk to you guys, make video, പക്ഷേ എൻ്റെ ഹെൽത്തിൻ്റെ ഈ പ്രശ്നം കാരണം and many other things എനിക്കതിന് പറ്റാറില്ല. So sunset as you can see. So I'll make another part 2 section. If you really like this part 1, I'll make part 2. Do let me know. So I will see you in my next video. Bye bye.